പവിത്രത്തിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിരാവിലെ തന്നെ വിക്രം വിക്രം എന്നുള്ള വിളി കേട്ട് വിക്രം കണ്ണ് തുറന്ന് നോക്കുമ്പോൾ കുളിയെല്ലാം കഴിഞ്ഞ് തലയിൽ ടവലെല്ലാം ചുറ്റി വെച്ച് പുഞ്ചിരിയോടുകൂടി ഗുഡ് മോർണിംഗ് വിക്രം എന്ന് പറഞ്ഞ വേദയാണ് കാണുന്നത്. വിക്രം പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ്, ഓ ഇന്ന് നിന്നെയാണോ കണി കണ്ടത്? അപ്പോൾ ഇന്നത്തെ എൻ്റെ ദിവസമെല്ലാം പോയി. എന്തിനാ നീ എന്നെ ഇങ്ങനെ ശല്യം ചെയ്യുന്നേ എന്ന് ചോദിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ശരിക്കും വിക്രമിൻ്റെ ഭാര്യയല്ലേ? ആളറിയ നാട്ടുകാരെല്ലാം അറിയ എൻ്റെ കഴുത്തിൽ വിക്രം താലി കെട്ടിയില്ലേ? ഇനി ഞാൻ എന്നെ ഒരു ഭാര്യയുടെ കടമയെല്ലാം ചെയ്തു തുടങ്ങാമെന്നങ്ങ് വിചാരിച്ചു. നോക്ക് വിക്രം, ഞാൻ നേരത്തെ എഴുന്നേറ്റേ വിക്രമിൻ്റെ തുണികളെല്ലാം ഇസ്തിരിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കുളിക്കാനുള്ള ടവല്, സോപ്പ്, ബ്രഷ് ചെയ്യാനുള്ള പേസ്റ്റും ബ്രഷും എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ വിക്രം വേദ പറഞ്ഞതുപോലെ തന്നെ ഇസ്തിരിയിട്ട് വെച്ച ഡ്രസ്സൊക്കെ നോക്കുന്നുണ്ട്. എന്നിട്ട് പോക്കറ്റിൽ നിന്നും ഒരു 500 രൂപ എടുത്ത് വേദയ്ക്ക് നേരെ നീട്ടുകയാണ്. ഇതെന്താണെന്ന് വേദ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, അത് ഈ 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമ്പോഴേ അതിന് ടിപ്പ് കൊടുക്കും, അത് ടിപ്പാണെന്ന് പറയുകയാണ്. കേൾക്കുന്ന വേദയ്ക്ക് ദേഷ്യം വരികയാണ്. ആത്മാഭിമാനം വിട്ട് നമ്മുടെ വേദയ്ക്ക് ഒരു കളിയുമില്ല. ദേഷ്യം കൊണ്ട് തന്നെ പറയുന്നുണ്ട്, അതെ അങ്ങനെയാണെങ്കിലേ നിങ്ങളുടെ GPay നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ. അപ്പോൾ എന്തിനാണെന്ന് വിക്രം ചോദിക്കുന്നുണ്ട്. അത് കുറച്ച് കാശ് അങ്ങോട്ട് തരാനായിരുന്നു. എത്ര വേണമെന്ന് പറഞ്ഞാൽ മതി. എന്തിനാണെന്നറിയോ? എൻ്റെ കഴുത്തിൽ താലി കെട്ടിയതിന് ഉള്ള കൂലിയാണെന്ന് പറയുകയാണ്. അപ്പോൾ ദേഷ്യം വന്ന് വിക്രം, എന്താ നീ പറഞ്ഞ് എന്ന് പറഞ്ഞുകൊണ്ട് കൈ ഒന്നിട്ട് അടിക്കാൻ. നീ എന്താ വിചാരിച്ചത്? ഞാൻ താലി കെട്ടി കാശ് വാങ്ങാൻ നടക്കുന്ന ഒന്നിനും കൊള്ളാത്തവനാണെന്ന് നീ വിചാരിച്ചോ ഒക്കെ പറഞ്ഞിങ്ങനെ ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ വേദ ചോദിക്കും, ഓ അപ്പോൾ ദേഷ്യം വരുന്നുണ്ടല്ലേ? അപ്പോൾ ഇതുപോലെ തന്നെയാണ് എൻ്റെ ആത്മാഭിമാനത്തെയാണ് നിങ്ങൾ ചോദ്യം ചെയ്തത്. ഞാനതൊരിക്കലും സഹിക്കത്തില്ല. നിങ്ങൾ എൻ്റെ കഴുത്തിൽ താലി കെട്ടി, ഞാൻ നിങ്ങളുടെ ഭാര്യയാണ്. നിങ്ങളത് അംഗീകരിച്ചില്ലെങ്കിലും എൻ്റെ മനസ്സിൽ ഞാൻ നിങ്ങളുടെ ഭാര്യയാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളെന്നെ സ്നേഹിച്ചില്ലെങ്കിലും നിങ്ങളെന്നെ ബഹുമാനിക്കണം. എൻ്റെ വ്യക്തിത്വത്തെ ഇല്ലാതാക്കരുത് എന്നിങ്ങനെ പറയുകയാണ്. ഇനി മേലാൽ ഇമ്മാതിരി സംസാരം എൻ്റെ അടുത്ത് സംസാരിക്കരുതെന്ന് വാൺ ചെയ്യുന്നുണ്ട് വിക്രമിൻ്റെ അടുത്ത്. ശരി ശരി, ഇന്നലെ ഭക്ഷണം കഴിക്കാണ്ടല്ലേ ഉറങ്ങാൻ കിടന്നത്? നല്ല വിശപ്പുണ്ടാവുമെന്ന് എനിക്കറിയാം. ഞാൻ ചൂടുള്ള ഇഡ്ഡലിയും നല്ല സാമ്പാറും തക്കാളി ചമ്മന്തിയും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വേഗം ചെന്ന് പല്ല് തേച്ച് കുളിച്ച് നല്ല ഫ്രഷ് ആയിട്ട് വാ, ഞാനതെല്ലാം എടുത്തു വെക്കാം എന്ന് പറഞ്ഞ് നല്ല സന്തോഷത്തോടു കൂടി തന്നെ വേദ അങ്ങ് പോകുന്നുണ്ട്. പക്ഷേ വിക്രമം ദേഷ്യം വന്ന് അവിടെ ഉണ്ടായിരുന്ന ടവലും ബ്രഷും ഡ്രസ്സും എല്ലാം തട്ടിത്തെറിപ്പിക്കുകയാണ്. പിന്നീട് വേദയും ശ്രീജയും കൂടി നിന്ന് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. ശ്രീജ ഇങ്ങനെ പറയുന്നുണ്ട്, വേദ ഇന്നലെ നടന്ന ചടങ്ങ് നല്ല ഭംഗിയായി തന്നെ നടന്നു. ഇനി നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നത് കൂടെ എനിക്ക് കാണണം, സ്നേഹത്തോടു കൂടി ജീവിക്കുന്നത് എനിക്ക് കാണണം, എനിക്ക് സന്തോഷമായി എന്നിങ്ങനെയൊക്കെ വേദയുടെ അടുത്ത് പറയുകയാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, ചേച്ചി ഇത്രയൊക്കെ ആയില്ലേ, ഇനി ഈ ചടങ്ങൊക്കെ നടക്കുന്നു സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല. ഇത്രയും ഭംഗിയായി അതൊക്കെ നടന്നില്ലേ, ഇനി ഒരുമിച്ചുള്ള ജീവിതം അതും നടക്കും ചേച്ചി, പെട്ടെന്നല്ലെങ്കിലും നമുക്ക് കാത്തിരിക്കാം, എല്ലാം ശരിയാവും എന്നിങ്ങനെ പറഞ്ഞ് ശ്രീജയെ സമാധാനിപ്പിക്കുകയാണ്. ഇതൊന്നും കാണാത്തതുപോലെ നമ്മുടെ നന്ദിനി അപ്പുറത്ത് കൂടെ പതുക്കെ അങ്ങ് മുങ്ങുകയാണ് പുറത്തേക്ക്. അപ്പോൾ കിച്ചണിൽ ചെന്ന് പണിയെടുക്കേണ്ടി വരും എന്നുള്ളൊരു സംശയത്തിലാണ് ആൾ പതുക്കെ അങ്ങ് പോകുന്നത്. പക്ഷേ ഇത് ശ്രീജ കാണുകയാണ്. ശ്രീജ വിളിക്കുന്നുണ്ട്, നന്ദിനി നീ എങ്ങോട്ടായി പോകുന്നത്? അപ്പോൾ അതെ ആരോ വിളിച്ചു, പച്ചക്കറിക്കാരനാണോ എന്നൊരു സംശയമുണ്ട് ചേച്ചി, ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറയുകയാണ്. അതെ ഞങ്ങൾ കേൾക്കാത്ത സൗണ്ട് നീ എങ്ങനെ കേട്ടെ? അവിടെ ആരും വന്നിട്ടില്ല, നീ ഇങ്ങോട്ട് വാ, ഈ കായ്ക്കറികളെല്ലാം ഒന്ന് കട്ട് ചെയ്തതാ എന്ന് പറയുകയാണ്. അത് ചേച്ചി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നന്ദിനി ഇങ്ങനെ ഒഴിഞ്ഞു മാറാൻ നോക്കുകയാണ്. പക്ഷേ നമ്മുടെ ശ്രീജ വിടുന്നില്ല. നന്ദിനി നീ ഇങ്ങോട്ട് വാ, ഇവിടെ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല, ഇതൊന്ന് കട്ട് ചെയ്തതാ, കറികൾ വേഗം വെക്കാനാണെന്നും പറഞ്ഞ് അവിടെ ഇരിക്കുന്ന കത്തിയും പച്ചക്കറികളും എടുത്തുകൊണ്ട് നന്ദിനിയുടെ കയ്യിൽ കൊടുക്കുകയാണ്. നന്ദിനിക്കാണെങ്കിൽ വേദയുടെ കഴുത്തിൽ കിടക്കുന്ന താലിയും കാണുമ്പോൾ ഇങ്ങനെ ദേഷ്യം വരുന്നുണ്ട്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വേദ ഇങ്ങനെ പാട്ടൊക്കെ പാടുക കേട്ടോ, നല്ല സന്തോഷത്തിൽ ചിരിച്ചിങ്ങനെ പാട്ടൊക്കെ പാടി കഴുത്തിൽ കിടക്കുന്ന താലി ഇങ്ങനെ പൊക്കിയൊക്കെ കാണിക്കുന്നുണ്ട്. നന്ദിനി കാണിക്കാൻ വേണ്ടി തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അത് മനസ്സിലാക്കുന്ന നന്ദിനി, നീ ചിരിക്ക് എന്താ ചെയ്യണ്ടേന്നൊക്കെ എനിക്കറിയാം എന്നിങ്ങനെ പറയുമ്പോൾ, പിന്നെ ചിരിക്കല്ലാണ്ട് എന്താ ചെയ്യുക ചേച്ചി, എത്ര ബെറ്റ് വെച്ചതാ, എല്ലാത്തിലും ഞാൻ തന്നെയല്ലേ ജയിച്ചേ, ഇനി ഇതിലും വലുത് ചേച്ചി എന്ത് ചെയ്യാനാ? പിന്നെ ചേച്ചി എന്ത് ചെയ്താലും ഞാൻ അതിന് 10 ഇരട്ടിയായി തിരിച്ചു തന്നിരിക്കും.
ഇത് കേട്ടുന്ന എന്തിനീ ദേഷ്യത്തിൽ പറയുന്നുണ്ട്, എടി വേദേ നീ കളിക്കണ്ട, ആരടുത്താണ് കളിക്കുന്നത് നിനക്കറിയില്ല, എനിക്ക് ദേഷ്യം വന്നാലേ ഞാൻ എന്താ ചെയ്യാന്ന് പോലും എനിക്ക് അറിയത്തില്ല എന്നൊക്കെ പറയുമ്പോൾ വേദ പറയുന്നുണ്ട്. ശ്രീ ചേച്ചിനെ നോക്കിയിട്ട് പറയാണ്, അത് ചേച്ചി ഈ താലി ഉണ്ടല്ലോ സാരിയുടെ ഉള്ളിലേക്ക് ഇടണോ അത് സാരിക്ക് പുറത്തിടണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ശ്രീജ പറയുന്നുണ്ട്, അത് ഓരോരുത്തരുടെ സ്വന്തം ഇഷ്ടമാണ് വേദ, പുറത്തിട്ടാലും കുഴപ്പമില്ല, എല്ലാവരും കാണാൻ വേണ്ടിയാണെങ്കിൽ പുറത്തിടാം, അല്ലെങ്കിൽ അകത്തേക്കിടാം എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. ഈ താലി ഇങ്ങനെ കഴുത്തിൽ കിടക്കുമ്പോഴേ ആരെങ്കിലും കണ്ണീർ തട്ടുമോ എന്നിങ്ങനെ നന്ദിനിയുടെ മുഖത്ത് നോക്കി ചോദിക്കുന്നുണ്ട്. നന്ദിനി ഉദ്ദേശിച്ചാണ് വേദ ചോദിക്കുന്നത്. അപ്പോൾ ശ്രീജ പറയുന്നുണ്ട്, ഇല്ല, താലിക്കൊരിക്കലും താലി കഴുത്തിൽ കിടക്കുന്ന കാലത്തോളം ഒരിക്കലും അതിന് കണ്ണീർ തട്ടത്തില്ല എന്നിങ്ങനെ പറയുമ്പോൾ നന്ദിനി ഇങ്ങനെ ദേഷ്യത്തിൽ ശ്രീചേച്ചി ഇങ്ങനെ നോക്കുകയാണ്. പിന്നീട് ശ്രീചേച്ചി പറയുന്നുണ്ട്, വേദേ ഇനി എനിക്ക് കാണേണ്ടത് നിങ്ങൾ സന്തോഷത്തോടെ ജീവിച്ച് നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവുന്നതും കൂടി എനിക്ക് കാണണം. ഓക്കെ ചേച്ചി, ഇനി എൻ്റെ അടുത്ത സ്റ്റെപ്പ് അതിലോട്ടാണ് എന്ന് പറഞ്ഞ് വേദ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നന്ദിനിയുടെ അടുത്ത് പറയുന്നുണ്ട്, ചേച്ചി ഇനി ഒരു പേര് 2 പേര് കണ്ടുവെക്കണം, ഒരു ആൺകുട്ടിക്കുള്ള പേരും ഒരു പെൺകുട്ടിക്കുള്ള പേരും എന്നിങ്ങനെ പറയുമ്പോൾ നന്ദിനി പറയുന്നുണ്ട്, ആരലൂസ് എന്ന് പേര് വെക്കേ, അതാവുമ്പോഴേ നിനക്കും ചേരും നിൻ്റെ കുട്ടിക്കും ചേരും എന്നിങ്ങനെ പറയുന്നുണ്ട് നന്ദിനി. അപ്പോൾ പെട്ടെന്ന് തന്നെ വേദ പറയും, എന്തിനാ ചേച്ചി, ഞാൻ ചേച്ചിയുടെ പേരല്ല ചോദിച്ചത്, എനിക്ക് ജനിക്കാൻ പോകുന്നേ കുട്ടികൾക്ക് ഇടാനുള്ള പേര് ചോദിച്ചത് എന്നിങ്ങനെ പറഞ്ഞ് നന്ദിനി ചിരിക്കുകയാണ്. അപ്പോൾ ശ്രീജയും ചിരിക്കുന്നുണ്ട്. ഇതൊന്നും നന്ദിനിക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. നന്ദിനി ദേഷ്യം വന്ന് എല്ലാം അവിടെ ഇട്ട് എറിഞ്ഞ് അങ്ങ് എണീറ്റ് പോവുകയാണ്. അങ്ങനെ ശ്രീ വീണ്ടും വിക്രമിനെ തകർക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായി വിനായകനെ വീണ്ടും വിളിച്ചു വരുത്തുകയാണ്. വിനായകൻ അങ്ങോട്ട് വരുന്നുണ്ട്, പറഞ്ഞ സ്ഥലത്തേക്ക് വരികയാണ്. എന്നിട്ട് എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോൾ, നിനക്ക് ഞാൻ കുറേ പൈസ തന്നിട്ടുണ്ടായിരുന്നില്ലേ, എന്നിട്ട് ഞാൻ പറഞ്ഞ ജോലിയൊക്കെ നീ ചെയ്തോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിനായകൻ പറയുന്നുണ്ട്, അത് സാറ് തന്നെയല്ലേ വിക്രമിന് നേരിട്ട് പൈസ കൊടുത്ത് വേദയെ വിലപേശിയത്, എന്നിട്ട് അതൊക്കെ ചീറ്റിപ്പോയില്ലേ, ഞാനല്ലല്ലോ ഇതിനൊന്നും കാരണം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ശ്രീ ചോദിക്കുന്നുണ്ട്, അത് അങ്ങനെയൊക്കെ സംഭവിച്ചെങ്കിലും നീ എൻ്റെ കയ്യിൽ നിന്നൊന്നും കുറച്ച് രൂപ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊന്നുമില്ലെങ്കിൽ തിരിച്ചു തരിക, അല്ലാന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രതിഫലമായി പറഞ്ഞ ജോലി ചെയ്യുക എന്നിങ്ങനെ പറയും. അപ്പോൾ വിനായകൻ പറയുന്നുണ്ട്, സാറേ പൈസയൊന്നും ചോദിച്ചു പോകരുത്, അതെല്ലാം എൻ്റെ കയ്യിൽ നിന്ന് ചിലവായി, പിന്നെ എന്തെങ്കിലും അതിന് പകരമായി നിങ്ങൾക്ക് ചെയ്തു തരേണ്ടതുണ്ട് എങ്കിൽ ഞാൻ ചെയ്തു തരാം, അത്രേ എന്നെക്കൊണ്ട് പറ്റത്തുള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളെയൊക്കെ പറ്റി വിശദീകരിച്ച് കൊടുക്കുകയാണ് ശ്രീ. അപ്പോൾ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ വിനായകന് പെട്ടെന്ന് തന്നെ ഒരു പേടി പോലെ ഭയം പോലെ ആകെ വിയർക്കുന്നുണ്ട്. അപ്പോൾ എന്താ നിന്നെക്കൊണ്ട് പറ്റത്തില്ലേന്ന് ശ്രീ ചോദിക്കുമ്പോൾ, സാറേ ഇത്രയ്ക്ക് വേണോ, നമുക്ക് വിക്രമിനെ അല്ലേ ദ്രോഹിക്കേണ്ടതുള്ളൂ എന്നിങ്ങനെ വിനായകൻ ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, എങ്കിലേ ശ്രീ പറയാണ്, നീ മേടിച്ച കാശെല്ലാം ഇങ്ങനെ തിരിച്ചു തന്നേക്ക്, അല്ലാന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം നീ ചെയ്തേ പറ്റൂ എന്ന് പറയുമ്പോൾ വിനായകൻ മനമില്ല മനസ്സോടെ എല്ലാം സമ്മതിച്ചിങ്ങ് പോരുകയാണ്. പിന്നീട് വേദയുടെ അച്ഛൻ ശങ്കരനാരായണൻ കോർട്ടിലേക്ക് കാറിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. അദ്ദേഹം പത്മയും അമ്മയും വേദിയുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തതിന് ശേഷം വന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് കാറിൽ. കമലാമ്മ താലി എടുത്തു കൊടുത്തു, വിക്രം അത് സന്തോഷത്തോടെ വേദിയുടെ കഴുത്തിൽ കെട്ടിക്കൊടുത്തു. ഇങ്ങനെയൊക്കെയാണ് കമലാമ്മ അമ്മ ഇവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ശങ്കരനാരായണൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയായി തന്നെ ചടങ്ങെല്ലാം നടന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞത് ശങ്കരനാരായണൻ ഇങ്ങനെ ഓർക്കുകയാണ്. പിന്നീട് വേദ മുൻപ് ശങ്കരനാരായണൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ട് സംസാരിച്ചതും, അച്ഛൻ ഈ വീട്ടിൽ ഇനി ഇങ്ങനെ കയറി പോകരുത്, എനിക്കിങ്ങനെ ഒരു മകളില്ല എന്നൊക്കെ പറഞ്ഞത് എല്ലാം കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഓരോന്നോരോന്നായി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ശങ്കരനാരായണന് നെഞ്ഞുവേദന അനുഭവപ്പെടുകയാണ്. ഡ്രൈവറുടെ അടുത്ത് നിർത്ത് ഡ്രൈവർ, എനിക്ക് ഒരു അസ്വസ്ഥത വരുന്നുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഡ്രൈവർ പെട്ടെന്ന് എന്ത് പറ്റി സാർ എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് എൻ്റെ ദേഹമാകെ സകലം ഒരുമാതിരി വരുന്നുണ്ട്, എനിക്ക് നെഞ്ഞുവേദനയ്ക്ക് അനുഭവപ്പെടുന്നുണ്ട്, ഇവിടെയെങ്കിലും അടുത്തൊരു ഹോസ്പിറ്റൽ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഡ്രൈവർ പറയുന്നുണ്ട്, സാർ ഇവിടെ അടുത്ത് തന്നെ ഒരു ഹോസ്പിറ്റലുണ്ട്, അപ്പോൾ ഒന്ന് വേഗം അങ്ങോട്ട് വണ്ടി വിടുമെന്ന് പറയുകയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ ശങ്കരനാരായണനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്.